ചന്ദ്ര പറയും, മഹിമയാണല്ലോ സുധിയുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത്, അവന് അതിൻ്റേതായ വെച്ചടി കയറ്റമുണ്ടെന്ന് പറയും. സുധി പറയും, അതിന് വാങ്ങിച്ച സാധനം റിട്ടേൺ തന്നല്ലോ എന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും, അത് സച്ചി കാരനാണെന്ന് പറയും. അച്ഛൻ പറയും, പഴയതൊന്നും പറയണ്ട, ഇനി ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറയും. അങ്ങനെ മഹിമ അത് ഉദ്ഘാടനം ചെയ്യാണ്. അതിനുശേഷം വർഷേനെ കൊണ്ട് വിളക്കെത്തിക്കുമ്പോൾ ശ്രുതിക്ക് അത് ഇഷ്ടമില്ല. ശ്രുതി പറയും, ഞാൻ സ്കൂൾ തുടങ്ങാനുള്ള ഐഡിയ പറഞ്ഞെടുത്തത് ഞാനാ, എന്നിട്ട് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അടുത്തത് ശ്രുതിയെയും വിളിക്കും. പക്ഷെ അമ്മ രേവതിയെ വിളിക്കാതെ ബാക്കിയുള്ളവരൊക്കെ വിളിക്കും. രേവതിക്കത് ചെറിയ വിഷമാവും. രേവതി പറയും, അതൊന്നും കുഴപ്പമില്ല, ആ വിളക്കിൽ തുടച്ച് അതിൽ എണ്ണ ഒഴിച്ച് തിരി വെച്ചത് ഞാനാന്ന് പറയും. സച്ചിൻ പറയും, അങ്ങനെ നോക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്ത രേവതിയാണെന്ന് പറയും. രേവതി കാറ് കഴുകിയോണ്ടിരിക്കുമ്പോൾ സച്ചി പിറകിൽ നിന്ന് കണ്ണുകുത്തും. രേവതി പറയും, വിട് സച്ചിയേട്ടാന്ന് പറയും. സച്ചി വയ്ക്കും, നിനക്ക് എന്നെ മനസ്സിലായെന്ന് വയ്ക്കും. രേവതി പറയും, ഈ കൈ തൊട്ടാൽ എനിക്ക് മനസ്സിലാവില്ലേ, പിന്നെ ഇവിടെ ആരാ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യാനുള്ളതെന്ന് ചോദിക്കും. സച്ചി വയ്ക്കും, നിനക്കിന്ന് വിഷമമായോ എന്ന് വയ്ക്കും. രേവതി വയ്ക്കും, എന്തിന്, അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയാവുന്നതല്ലേ എന്ന് വയ്ക്കും. ഞാൻ സച്ചിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ കുറച്ച് സ്നേഹം, അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമാവെന്ന് പറയും. ചന്ദ്രമതി ബാമയോട് ഈ ഡാൻസ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുക. ചന്ദ്രമതി പറയും, നീ എന്നെ ടീച്ചറെ നിന്ന് വിളിക്കുമെന്ന് പറയും. അവൻ ബാമ ചന്ദ്രമതി ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ബാമ പറയും, നല്ല പരസ്യം വേണം, നല്ല ആളുകൾ വരുള്ളൂ എന്ന് പറയും. ചന്ദ്ര പറയും, നല്ല പരസ്യമൊക്കെ ചെയ്യുന്നുണ്ട്, ശ്രുതിയും കുറേ ചെയ്യുന്നുണ്ടെന്ന് പറയും. സച്ചി കോണിപ്പടി തുടയ്ക്കുമ്പോൾ അച്ഛനിങ്ങനെ അവിടെ താഴെ ഇരിക്കുകയാണ്. അച്ഛനോട് സച്ചി വയ്ക്കും, അമ്മ ഇല്ലാഞ്ഞിട്ടാണോ അച്ഛനൊരു വിഷമം എന്ന് വയ്ക്കും. അച്ഛൻ പറയും, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവൾ തൊട്ടപ്പുറത്ത് തന്നെ അല്ലേ ഉള്ളത്. ഡാൻസ് സ്കൂളിൻ്റെ കാര്യത്തിനെ പറ്റി സച്ചിയും അച്ഛനും രേവതിയും കൂടി സംസാരിക്കും. ചന്ദ്ര ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ ബാമയോട് പറയും, പിള്ളേരെ ചേർക്കാനൊന്നും ഇതുവരെ ആരും വന്നില്ലല്ലോ എന്ന് പറയും. ആ സമയത്ത് ഒരു കോളിബെല്ല് വെക്കും. ബാമ പറയും, കുട്ടികളെ ചേർക്കാൻ ആരോ വന്നതാന്ന് പറയും. ഇത് കേട്ടിട്ട് പഠിപ്പിക്കാനുള്ള രീതിയിൽ ചന്ദ്ര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്.